ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക്. 2000 രൂപയുടെ താഴെ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ബോട്ട്സ്റ്റോൺ 650. അതിൻ്റെ ഒരു കംപ്ലീറ്റ് 3 മന്ത് യൂസിന് ശേഷമുള്ള റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ക്വയർ സിലിണ്ടർ ഡിസൈനിലാണ് ഇത് വരുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് സോഫ്റ്റ് റബ്ബർ കാണാം. പിന്നെ ഈ നടുവിൽ വരുന്ന ഗ്രില്ല് മെറ്റലാണ്. അപ്പോൾ ഇവിടെ മെറ്റൽ ആയതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള പക്ക പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറല്ല. അങ്ങനെ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ 5 വാട്ടിൻ്റെ ബോട്ട് ഗ്രാനേഡോ അല്ലെങ്കിൽ സ്റ്റോൺ 190F ഒക്കെ പർച്ചേസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഓഫീസിലും വീട്ടിലും പിന്നെ അത്യാവശ്യം ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഒരു 5 വാട്ട് സ്പീക്കറിൻ്റെ ഒക്കെ പോലെ പോക്കറ്റിലൊന്നും ഇട്ടിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ഈ ഡിസൈനിങ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ JBL ക്ലിപ്പിൻ്റെ പോലെ ക്ലിപ്പൊന്നും വരുന്നില്ല. ഇതിൻ്റെ താഴെ നമുക്കൊരു ട്രൈപോഡ് മൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ട്രൈപോഡ് തന്നെ വേണമെന്നില്ല, ഒരു ചെറിയ ട്രൈപോഡ് വാങ്ങിക്കഴിഞ്ഞാലും ഇതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് സെറ്റാക്കി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്യാവശ്യം വൃത്തിയിൽ തന്നെ നമുക്ക് ഏത് സ്ഥലത്തും അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ ഹാങ് ചെയ്തിടാൻ പറ്റില്ല, കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിൽ വരുന്നില്ല. ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടൺസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ വലത്തെ സൈഡിലായിട്ടാണ് എല്ലാ ബട്ടൺസും വരുന്നത്. ഒന്ന് നമ്മുടെ പ്ലേ പോസ് ബട്ടൺ, അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഓൺ ഓഫ് ബട്ടൺ. അതൊരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആവും ചെയ്യും, അതുപോലെ ഓഫ് ആവും ചെയ്യും. പിന്നെ ഇവിടെ നമുക്ക് വോളിയം അപ്പ് ബട്ടനും വോളിയം മൈനസ് ബട്ടനും താഴെ 2 ട്രാക്ക് സ്കിപ്പ് ബട്ടനും കാണാം. അപ്പോൾ ഇത്രയും ബട്ടൺസ് ആണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു സ്പീക്കർ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ സൗണ്ട് എഫക്ട്സ് അല്ല, അതിന് പകരം ഒരു വോയിസ് കമൻ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ബോറിംഗ് ആണ്. എന്നാലും ഇതിന് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള സ്റ്റോൺ 190F ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ആ ഒരു വോയിസ് കമൻറ്റ് മാക്സിമം വോളിയത്തിലാണ് പറയാം. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ചെറിയ വോളിയത്തിലൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് കേൾക്കാൻ നോക്കുന്ന സമയത്ത് ഇത് ഓൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോഴോ ഭയങ്കര വോളിയത്തിലായിരിക്കും പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത് ഏറ്റവും മിനിമം വോളിയത്തിലാണ് വരുന്നത്. അങ്ങനെ വോളിയം റെഡ്യൂസ് ചെയ്തത് നല്ലൊരു കാര്യമായി. സോ അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നില്ല. പിറകിലായിട്ട് നമുക്ക് ചെറിയൊരു റബ്ബർ ഡോറ് കാണാം. ആ ഡോർ ഓപ്പൺ ചെയ്താൽ അവിടെ ഒരു ഓക്സ് കണക്ടിവിറ്റിയും കാണാം. താഴെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്രോ USB പോർട്ടും കാണാം. അതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് നമുക്കൊരു SD കാർഡ് സ്ലോട്ടും കാണാം. അപ്പോൾ ഈ ഒരു SD കാർഡ് സ്ലോട്ട് ആയതുകൊണ്ട് നമുക്കൊരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സോങ്ങും അതിൽ തന്നെ കയറ്റി വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. പക്ഷേ ഇവിടെ USB കണക്ടിവിറ്റി വരുന്നില്ല. പിന്നെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, ഇത്രയും ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മുകളിൽ ഒരു USB കണക്ടിവിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അശ്രദ്ധയായിട്ട് കൈകൊണ്ടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ USB അടക്കം പൊട്ടിപ്പോകും. പക്ഷേ ഇങ്ങനെ ഒരു SD കാർഡ് സ്ലോട്ട് ആയതുകൊണ്ട് നൈസായിട്ട് ഉള്ളിലിടാം. പിന്നെ ചില ബ്രാൻഡ്സ് രണ്ടും ചെയ്യുന്നതുകൊണ്ട് അത് അടിപൊളിയാണ്. എനിവേ ഇവിടെ SD കാർഡ് സ്ലോട്ട് മാത്രമാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഒരു ഡോർ ഒരിക്കലും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ബ്ലൂടൂത്ത് സ്പീക്കർ IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് ചെറിയ രീതിക്കുള്ള വെള്ളം കുടഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മഴത്തൊക്കെ ചെറിയ രീതിക്ക് നനഞ്ഞു കഴിഞ്ഞാലൊന്നും വലിയ പ്രശ്നം വരില്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ പാർട്ടും കൂടെയാണ് ഈ ഡോർ. അപ്പോൾ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പോർട്ടിലോട്ട് വെള്ളം കയറി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഫൈനലി ഇനി മുമ്പിൽ 2 LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിലൊന്ന് ചാർജിങ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യുമ്പോൾ റെഡ് കത്തും, കംപ്ലീറ്റ് ആയാൽ ടേൺ ഓഫ് ചെയ്യും. പിന്നെ താഴെ ഉള്ളത് സ്പീക്കർ ഓൺ ആണോ ഓഫ് ആണോ, അതുപോലെ പെയറിംഗ് മോഡിലാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വൈറ്റ് LED ആണ്. സോ ഈ ഫീച്ചേഴ്സിലും വലിയൊരു മോശമൊന്നുമില്ല. പിന്നെ ബ്ലൂടൂത്ത് 4.2 ആണെന്നുള്ള ഒരു നെഗറ്റീവ് പറയാനുണ്ട്. ബ്ലൂടൂത്ത് 5.0 അല്ല. അപ്പോൾ ഈ 5.0 ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇപ്പോൾ പുതിയ വേർഷൻസിലൊക്കെ അത് വരുന്നുണ്ട്. പിന്നെ USB കണക്ടിവിറ്റി ഇല്ല എന്നുള്ളൊരു കുറവും. മൂന്നാമതായിട്ട് എനിക്ക് ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ചെറിയ രീതിക്ക് ഇതിൻ്റെ വോളിയം ഡിസ്റ്റോർട്ട് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഡിസ്റ്റോർട്ട് അല്ലാതെ വലിയൊരു പ്രശ്നമല്ല. പിന്നെ അടുത്തതായിട്ടൊരു ചെറിയ കാര്യം കൂടെ പറയാനുള്ളത്, ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഗ്രില്ലുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് പെയിൻറ്റ് ആദ്യം, അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് ചെറിയ രീതിക്ക് ഫെയ്ഡ് ആയിരുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല. സോ ഓവറോൾ ഈ കാര്യങ്ങളിലും അത്യാവശ്യം നല്ലൊരു സ്പീക്കറാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതിൻ്റെ മെയിൻ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ബേസാണ്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ബേസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയൊരു സ്പീക്കറിന് ഇംപ്രസീവ് ആയിട്ടുള്ള ബേസാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിന് പാസീവ് ബേസ് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതുണ്ടാകുമ്പോൾ ബേസ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും. അത് 2000 താഴെയുള്ള സ്പീക്കേഴ്സിൽ അധികം കാണാറില്ലായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് സ്പീക്കേഴ്സിലൊക്കെ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടിയ ബേസ് എന്നുള്ള കാര്യത്തിൽ അടിപൊളി ബേസാണ്. പിന്നെ ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് ബേസ് മനസ്സിലാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ചുമരിലോട്ടോ അല്ലെങ്കിൽ കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബേസാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സൈസിൽ നിന്ന് കിട്ടാവുന്ന അടിപൊളി ബേസ് തന്നെയാണ്. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിന് മുമ്പ് വന്നിരുന്ന 10 വാട്ട് സ്പീക്കർ ആയിട്ടുള്ള ബോട്ട്സ്റ്റോൺ റഗ്ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്. മറ്റത് ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കര ബേസ് വന്നിട്ട് ഈ അതിലുള്ള വോക്കൽസോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സോ ഒന്നും നന്നായിട്ട് കേൾക്കാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സ്പീക്കറിൽ ആ ഒരു പ്രശ്നം അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, നല്ല ബേസ് ഉണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ആകെ മൊത്തം ഒരൊറ്റ നെഗറ്റീവാണ് പറയാനുള്ളത്.
അതായത് ഇതിൻ്റെ മാക്സിമം വോളിയത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 70% വരെ ഇതിൻ്റെ ലൗഡ്നെസ് കൂടി വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൗഡ്നെസ് അല്ല കൂടുക, ഇതിൻ്റെ ബേസ് ആണ് കൂടുക. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വോളിയത്തിലിട്ടിട്ട് നല്ല ബേസുള്ള സോങ് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ബേസുള്ള പാർട്ട് വരുമല്ലോ. അപ്പോൾ നല്ല ബേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാക്കിയുള്ള ഇൻസ്ട്രുമെൻസും വോക്കൽസും ഒക്കെ അങ്ങോട്ട് ഡക്ക് ചെയ്യും, അല്ലെങ്കിൽ വോളിയം കുറക്കും. അപ്പോൾ ബേസ് ഓവറായിട്ട് വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തോന്നും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് അത്രയും ബേസ് വേണ്ടിയവർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഒരു 80 to 85 ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാലും 70% ഇടുമ്പോഴാണ് ഒരു 6 മുതൽ 6.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് തരുന്നത്. ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 മുതൽ 5 മണിക്കൂറും ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. ഇതിൽ 1800 mAh വലിയൊരു ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് നല്ലൊരു സ്പീക്കർ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം സൈസുള്ള റൂമിൽ ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൗഡ്നെസ് തന്നെ തരും, ബേസും ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ സെക്ഷനിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ് ബോട്ട്സ്റ്റോൺ 650. Game over. Kids screaming in their cradles, profanities. I see the world through ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 2000 രൂപയുടെ താഴെ, അതായത് നോർമലി ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ 1899 ഇത് വരുന്നത്. ആ റേഞ്ചിലാണെങ്കിലും ഇനിയിപ്പോൾ ഓഫറിന് 1299 വരാറുണ്ട്. ആ പ്രൈസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡീലാണ്. നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ, ഒരു കുറവും കാണാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ 1899 വലിയൊരു മോശമൊന്നും പറയാനില്ല. അത്യാവശ്യം ഏത് കാര്യത്തിലും നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പിന്നെ നിങ്ങളിത് കമ്പയർ ചെയ്യാൻ ചാൻസ് ഉള്ളത് ബോട്ട്സ്റ്റോൺ റഗ്ബി ആയിട്ടാണ്. അതും ഇതുപോലൊരു 10 വാട്ട് സ്പീക്കറാണ്. അതും ഇതും തമ്മിലുള്ളൊരു മെയിൻ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയും ബാറ്ററി ബാക്കപ്പും കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ആവുന്നത് സെലക്ട് ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കിഡിലൻ ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് ഗുയ്സ്.